സിനിമയിലോട്ട് എത്തുക എന്നുള്ളത് എനിക്ക് ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമൊന്നുമല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അഭിനയം ഇഷ്ടമാണ്, അതുകൊണ്ട് സിനിമ വേണേൽ നമുക്ക് പിന്നീട് നോക്കാം എന്നുള്ളൊരു ഒരു ചിന്തയിൽ ഞാൻ പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ റീൽസ് ചെയ്ത് തുടങ്ങുന്നത് ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ വരുന്നതിന് മുന്നെയാണ്. ലൈക്ക് ആ ഒരു സമയത്ത് മ്യൂസിക്കലി ഡബ് സ്മാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ബഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ. അതിൽ ആര്യ ബഡായിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. പുള്ളിക്കാരിയുടെ മാനറിസംസ്, പുള്ളിക്കാരിയുടെ ഡയലോഗ് ഡെലിവറി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചുമ്മാ ഒരു ദിവസം വീട്ടിലിരുന്നപ്പോൾ പുള്ളിക്കാരിയുടെ ചില ഡയലോഗ്സ് എടുത്ത് അതിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് ഒരു റീൽ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരു ഇതിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടാണ്. അത് വൈറലായി. അങ്ങനെ ബഡായി ബംഗ്ലാവിൽ നിന്ന് അതിൻ്റെ സംവിധായക ഡയാന മാം കണ്ടു. അങ്ങനെ എനിക്ക് ബഡായി ബംഗ്ലാവിലോട്ടൊരു ഇൻവിറ്റേഷൻ കിട്ടി. അവിടെ പോയി അവരെ കണ്ടു. അങ്ങനെ അതാണ് എൻ്റെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സിനിമകളിൽ നിന്ന് പല അവസരങ്ങളും വന്നായിരുന്നു. പക്ഷേ ഞാൻ ഡിഗ്രി പഠിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി പഠിത്തം ആദ്യം നോക്കാം. പിന്നെ സിനിമയിലോട്ട് എത്തുക എന്നുള്ളത് എനിക്ക് ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമൊന്നുമല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അഭിനയം ഇഷ്ടമാണ്, അതുകൊണ്ട് സിനിമ വേണേൽ നമുക്ക് പിന്നീട് നോക്കാം എന്നുള്ളൊരു ഒരു ചിന്തയിൽ ഞാൻ പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ PG കഴിഞ്ഞു. ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. മൈക്രോബയോളജിസ്റ്റാണ് ഞാൻ, പ്രൊഫഷണലി വർക്ക് ചെയ്യായിരുന്നു. അത് കഴിയുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാനും PP കൂടെ റീൽസ്, രാഹുൽ PP എന്നാട്ടോ പേര്, ഇനീഷ്യലാണ് PP, അതാണ് ഞാൻ PP എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാനും PP കൂടെ റീൽസ് ചെയ്യാൻ തുടങ്ങി. അത് ആദ്യം ചെയ്തത് വെറുതെ ഒരു ടൈം പാസിന് ചെയ്തതാണ്. അത് കഴിഞ്ഞ് പിന്നീട് ചില റീൽസൊക്കെ ഒരുപാട് വ്യൂസൊക്കെ പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കമൻസും അതിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങളൊക്കെ ഭയങ്കര, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യം ഒരു മൊബൈൽ സ്ക്രീനിലായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് തോന്നി കുറച്ചും കൂടി നല്ല കണ്ടൻസ് എല്ലാവരിലോട്ട് എത്തിക്കാം, നല്ല ക്ലാരിറ്റി ഉള്ള കണ്ടൻസ് എത്തിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ക്യാമറ മേടിച്ചു, ഞങ്ങൾ ലൈറ്റ് മേടിച്ചു. അങ്ങനെ ഒരു റീലിൽ നിന്ന് മറ്റൊരു റീലിലോട്ട് പോകും തോറും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചു. കൂടെ തന്നെ ഞങ്ങളുടെ അഭിനയം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിനയം ഇഷ്ടമാണ്. അപ്പം ഒരു റീലിൽ നിന്ന് മറ്റൊന്നിലോട്ട് പോകുമ്പോൾ അഭിനയത്തിന് എന്തൊക്കെ മാറ്റം വരുത്താം, അഭിനയത്തിന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ പഠിച്ചത് അങ്ങനെയാണ്. ഇത് ആ സമയത്ത് ഒരുപാട് കളിയാക്കലുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളോട് രണ്ടുപേരോട് ചോദിച്ചിട്ട് നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത് തന്നെയാണോ പണി എന്നൊക്കെ ചോദിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് അതൊരു സന്തോഷം തരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലി അതിന് സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ റീലുകൾ ചെയ്തിട്ടുണ്ടിരുന്നത്. ആ ഒരു റീല് ചെയ്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് പോലും.